നമസ്കാരം. വാസ്തുവിദ്യാ രംഗത്തെ കുലപതിയായ ഡോക്ടർ MM ഖാനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കേരളത്തിലെ നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, വീടുകൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങി നിരവധി നിർമ്മിതികൾക്ക് നേതൃത്വം കൊടുത്ത പ്രഗത്ഭനായ എഞ്ചിനീയറാണ് ഡോക്ടർ MM ഖാൻ. അദ്ദേഹം കേരള പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ആളാണ്. ദീർഘകാലത്തെ പരിചയം, സ്വദേശത്തും വിദേശത്തുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള ഇന്ന് കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് എഞ്ചിനീയർമാരിലൊരാളാണ് അദ്ദേഹം. ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ വളരെയേറെ വൈദഗ്ധ്യം നേടിയ അദ്ദേഹം കേരളത്തെ നിർമ്മാണ മേഖലയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സർ, നമസ്കാരം. നമസ്കാരം. സർ, എനിക്ക് ആദ്യത്തെ ചോദ്യമുള്ളത്, കേരളത്തിൽ നമ്മൾ പഴയ ഒരു സംസ്കാരം, ഭവന നിർമ്മാണ സംസ്കാരം നമ്മുടെ മാറിയിരിക്കുകയാണ്. പഴയ കൊച്ചു കൊച്ചു വീടുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വീടുകൾക്കൊക്കെ പകരം ഇന്ന് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ് എന്ന് പറയുന്ന വലിയ ഫ്ലാറ്റുകൾ പണിതുയർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റുകളൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കും, 60ഉം 50ഉം ഒക്കെ നിലകളുള്ള ഫ്ലാറ്റുകളാണ് ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫ്ലാറ്റുകൾ, നമ്മുടെ കേരളത്തിലെ ഫ്ലാറ്റുകൾ സുരക്ഷിതമാണോ? പലതും തീരദേശ മേഖലയിലാണ്, പലതും വളരെ ലൂസ് സോയിലാണ് ഈ ഫ്ലാറ്റുകൾ നിൽക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ട്, ഒരു ലേമാൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയൊരു ആകാംക്ഷ മാത്രമാണ്. ചില സംസ്ഥാനങ്ങളിലും ചില രാജ്യങ്ങളിലുമൊക്കെ എർത്ത്ക്വേക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഈ അപകടങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ആശങ്കയോടാണ് ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തെ കാണുന്നത്. നമ്മുടെ കേരളത്തിലെ ഫ്ലാറ്റുകൾ സുരക്ഷിതമാണ്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? സാറിൻ്റെ ആപ്റ്റ് ചോദ്യമാണ് സാർ ചോദിച്ചിരിക്കുന്നത്. എനിക്കും വളരെ സംശയം ഉണ്ടായിരുന്നതാണ്. നമ്മളെ ഫ്ലാറ്റ് കേരളത്തെ സംബന്ധിച്ച് ഫ്ലാറ്റുകൾക്ക് നമ്മൾ പോകാൻ സംബന്ധിച്ച് നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, നമ്മൾ സ്പേസ് വളരെ കുറവാണ്. ആൾക്കാരുടെ അക്കോമഡേറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ എക്സ്പാൻഷനാണ് എന്നുള്ള ഒരു പോളിസിയുടെ മുകളിലാണ് നമ്മൾ ഫ്ലാറ്റുകൾ ഉയർത്തി വരുന്നത്. ഫ്ലാറ്റുകൾ ഇപ്പോഴും എൻജിനീയറിംഗ് രംഗം തന്നെ വളരെ പരാജയമാണ്. വളരെ വൈദഗ്ധ്യം ഇല്ലാത്തവരാണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനൊക്കില്ല. പ്രത്യേകിച്ചും ഈ പൈല് ഒരു അപകട വസ്തുവാണ്. ഇത് താഴോട്ട് നമ്മൾ യാതൊരു ചെക്കും ഇല്ലാതെ താഴോട്ട് പോകുന്നുണ്ട്. ആ താഴോട്ട് വരുമ്പോൾ അതിന് ഏതെങ്കിലും ഫ്രാക്ചറോ ഏതെങ്കിലും വന്നുണ്ട്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ. മാത്രമല്ല, ഇത് കാറ്റ് വന്നു കഴിഞ്ഞാൽ പിടിക്കാനും വളരെ ഇതാണ്. അപ്പം സുരക്ഷിതമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അതിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ പലപ്പോഴും അത് ലാഘവത്തോടു കൂടിയാണ് പലരും ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിലുള്ളതായ ആകാംക്ഷയുണ്ട്. അതിൻ്റെ സേഫ്റ്റിയെയും അതിനെ പലപ്പോഴും എഫക്റ്റ് ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഭൂമി ഏത് നിമിഷം ഒരു റിമോട്ട് എർത്ത്ക്വേക്ക് വരികയാണെങ്കിൽ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് ഈ പർട്ടിക്കൽ ഇതിനെ തന്നെ ആയിരിക്കും. കൊളാപ്സ് ചെയ്യുന്നതിന് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് അത് നോക്കുകയാണെങ്കിൽ, സപ്പോസ് RCCയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്കബിൾ വളരെ ഈസിയാണ്. അതേസമയത്ത് സ്റ്റീലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് അത് സ്റ്റാൻഡ് ചെയ്തേനെ. ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ പെട്ടെന്ന് അപകടത്തിൽ വരാവുന്നതാണ്. പ്രത്യേകിച്ച് എർത്ത്ക്വേക്ക് വരിക, വലിയ ഭീമമായ കാറ്റ് വരിക, വലിയ കടൽക്ഷോഭം വരിക, ഇമാതിരി പ്രകൃതിക്ഷോഭങ്ങളുടെ റെസിസ്റ്റ് ചെയ്യുന്നതിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുവിധം ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ ലൈഫ് വളരെ ലിമിറ്റഡാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടൈമിലി മെയിൻ്റനൻസ് ആരും ചെയ്യുന്നില്ല. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം ആൻറ്റിസിപ്പേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 60 to 70 ഇയേഴ്സാണ്. 60 to 70 ഇയേഴ്സ് കഴിഞ്ഞാൽ അതിൽ ഇപ്പം പ്രോപ്പറായിട്ട് നമുക്ക് എവറി 10 ഇയേഴ്സ് അതിൻ്റെ സേഫ്റ്റിയെ ഒന്ന് മെഷർ ചെയ്യാവുന്ന, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇത് ഇവിടെ ഇല്ല. അതിന് പരീക്ഷിക്കുന്ന ഫ്ലാറ്റുകളിൽ ഇനി എത്ര വർഷമായിട്ടാണ് നിൽക്കുന്നത്, അത് തന്നെത്താനെ കൊളാപ്സ് ചെയ്യാന്നല്ലാതെ അതിനെ സംരക്ഷിക്കാനുള്ള യാതൊരു മെത്തേഡുകളും ഇവിടെ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റായിട്ടും ആരും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ദോഷവശങ്ങൾ ഫ്ലാറ്റുകൾക്കുണ്ട്. സാറേ, എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ കടൽ തീരത്ത് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പുഴകളിലൊക്കെ നിർമ്മിക്കുന്ന പാലങ്ങളും അല്ലെങ്കിൽ അത്തരം നിർമ്മിതികളുമൊക്കെ കൃത്യമായി ഈ ഉപ്പ് രസത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്
ഇപ്പോൾ നാഷണൽ ഹൈവേ തന്നെ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്നു. അതിന് കൃത്യമായൊരു പ്രതിരോധ സംവിധാനമുണ്ട്, അതിൻ്റെ ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, അത് പരിശോധിക്കാൻ സംവിധാനമുണ്ട്, അതിനാവശ്യമുള്ള എൻജിനീയർമാരുണ്ട്. പക്ഷേ ഫ്ലാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളുടെ ക്വാളിറ്റി അത് ചെക്ക് ചെയ്യുവാനും, ഇപ്പോൾ തന്നെ താഴോട്ട് പൈലിംഗ് നടക്കുന്നു, ആ പൈലിംഗ് എന്ന് ശരിക്കും സീറ്റായിട്ടുണ്ടോ, അത് സുരക്ഷിതമായിട്ടാണോ ഈ പൈലിങ്ങിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ ഉറച്ചു നിൽക്കുന്നത്, ഇതൊക്കെ കൃത്യമായി പരിശോധിക്കാനും ഈ കെട്ടിടം വാസയോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്യാനും ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏജൻസി നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? അതാണ് ഏറ്റവും ഉള്ള പരിതാപകരമാണ്. ബാക്കിയുള്ളതിനെല്ലാം ഒരു സേഫ്റ്റി ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഇത് സേഫർ ആണോ എന്നുള്ള ഒരു ക്വാളിഫൈഡ് എൻജിനീയർ സർട്ടിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ആരെങ്കിലും ഒരു ചെയ്താൽ അത് ശരിയായിട്ട് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. പാലങ്ങളെ സംബന്ധിച്ച് സേഫ്റ്റി ആണെങ്കിൽ അത് റോക്കിലോട്ട് ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെല്ലാം സംവിധാനമുണ്ട്. ബിൽഡിങ്ങിനെ സംബന്ധിച്ച് പൈല് ലാസ്റ്റിൽ ഹാർഡ് സ്ട്രാറ്റേജ് പോയിട്ടുണ്ടോ, പാറയിൽ തുരന്ന് കയറിയിട്ടുണ്ടോ, അത് പ്രോപ്പറായിട്ടാണ്, അത് വളരെ സ്ലിപ്പേജ് വന്നിട്ടുണ്ടോ, അല്ല ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ബെൻഡ് വന്നിട്ടുണ്ടോ എന്ന് ആരും പരിശോധിക്കണമെന്നല്ല നിയമമുണ്ട്. ബട്ട് ആരും പരിശോധിച്ചാൽ കണ്ടോ അതിന് ഒരു റെക്കോർഡുകളും ഇല്ല. ഫ്ലാറ്റ് ഏത് പണിഞ്ഞതും പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസിൻ്റെ പേരിൽ, സ്വാധീനത്തിൻ്റെ പേരിൽ സാങ്ഷൻ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും ഉള്ള പരാജയം. ഏത് ഫ്ലാറ്റ് വരുന്നു ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ഏത് ഇത് പറഞ്ഞാൽ ഏത് വിധത്തിൽ പറഞ്ഞാലും സാങ്ഷൻ കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പരിശോധനയോ മാത്രം പീരിയോഡിക്കൽ ഇൻസ്പെക്ഷനോ വെരിഫിക്കേഷനോ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, അതിന് വല്ല ഡാമേജസും വന്നിട്ടുണ്ടോ എന്നൊരു റിപ്പോർട്ട് പോലും ആവശ്യപ്പെടുന്നു. ഒരു സ്കൂൾ ബിൽഡിങ്ങിനാണെങ്കിൽ ആനുവലി ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മളൊരു ഫ്ലാറ്റിനെ സംബന്ധിച്ച് എത്ര വർഷമായിട്ടുണ്ടെങ്കിലും അതിന് സേഫ്റ്റി സർട്ടിഫിക്കറ്റോ അതിൻ്റെ ഇതുള്ള ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലില്ല. ഇപ്പം നമ്മുടെ വളരെ അടുത്ത സമയത്താണ് ഒരു ഫ്ലാറ്റിൻ്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈ സിറ്റിയിലൊക്കെ ഫ്ലാറ്റുകൾ ഈ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു, നിരവധി ആളുകൾ മരിക്കുന്നു. ഇത്തരം ചിത്രങ്ങളും വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോഴേ ആകാംക്ഷയോടെ ആരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഫ്ലാറ്റുകൾ സുരക്ഷിതമാണോ എന്നുള്ളത്. ഇവിടെ എനിക്ക് സാറിനൊരു സംശയം ചോദിക്കാനുള്ളത്, നമ്മൾ നാഷണൽ ഹൈവേയിൽ കൂടെ NH-66 കൂടെ എറണാകുളത്തേക്ക് പോകുമ്പോൾ മരടിന് ഇപ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ടൊരു ഫ്ലാറ്റ് കാണാം, അങ്ങോട്ട് മുംബൈയുടെ സൈഡിൽ. അത് നിർമ്മാണ രംഗത്ത് ചരിഞ്ഞു പോയതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു നഗ്നനേത്രം കൊണ്ട് കാണുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും അത് ചരിഞ്ഞു പോയി എന്ന് പറയുന്നു. ഇത്തരം ഫ്ലാറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടാകുന്ന ചെറിയ അപാകതകളൊന്നും സാധാരണ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നാൽ, എന്തെങ്കിലും ഒരു ചെറിയ എർത്ത് വന്നാൽ, വളരെ റിച്ചർ സ്കെയിലിൽ വളരെ നിസ്സാരമായൊരു എർത്ത് വന്നാൽ പോലും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫ്ലാറ്റുകൾക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ല. ഇവിടെ ഏറ്റവും അതിശയപ്പെട്ട ഒരു സംഗതി, ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ചെയ്താൽ അതിൻ്റെ അപാകത കൊണ്ട് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണോ ഒരു ക്രൈം പോലും നമ്മളിവിടെ പോലീസുകാരോ വെക്കാറില്ല. ഒരു റോഡിൽ ഒരു ആക്സിഡൻറ്റ് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻ്റ് ആയത് അതിന് ക്ലെയിം കിട്ടും. ഒരു ബിൽഡിംഗ് പണിത് അതിൻ്റെ എൻജിനീയറുടെയോ സൂപ്പർവിഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ കൊളാപ്സ് ചെയ്ത് എത്ര പേര് മരിച്ചാലും അവർക്കൊരു കോമ്പൻസേഷൻ അതിൻ്റെ ഉള്ള ഒരു സംവിധാനം നമ്മളെ കേരളത്തിലില്ല. അത് ഏറ്റവും വളരെ പ്രയാസപ്പെട്ടാണ്. അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടുന്നില്ല. ഇതുപോലെ ഒരു ബിൽഡിങ് ഒരു കാഷ്വൽ ആ ബിൽഡിങ് അങ്ങ് നിർമ്മാണത്ത് പൊളിഞ്ഞു പോയി എന്നല്ലാതെ എത്രയോ ബിൽഡിങ് ഇതിൻ്റെ വളരെ കെയർലെസ് സൂപ്പർവിഷൻ, കെയർലെസ് ഡിസൈൻ ഡിഫക്റ്റ്, ഒരു സൂപ്പർവിഷൻ ലാപ്സ് കൊണ്ട് എത്രയോ ബിൽഡിങ്ങുകൾ ആ നിർമ്മിക്കുന്ന അവസരത്തിൽ തന്നെ വീഴുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആരുടെ പേരിലും ഒരു ക്രൈം പോലും ഇതുവരെ ഇതിട്ടില്ല. വേറെ എവിടെ ഒരു ആക്സിഡൻറ്റ് വന്നാലും ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ട്, ആ ക്ലെയിം ട്രിബ്യൂണലിലുണ്ട്. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചോ അത് വേണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല. ഇത് വളരെ ഞെട്ടിക്കുന്നൊരു വിഷയമാണ്. കാരണം ഇവിടെ എത്ര നില വേണമെങ്കിലും കെട്ടിടം വയ്ക്കാം. എയർപോർട്ടിനടുത്ത് കെട്ടിടം വയ്ക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് എവിടെയും ആർക്കും കെട്ടിടം വയ്ക്കാം. അഴിമതി അരങ്ങ് വാഴുന്ന ഒരു സംസ്ഥാനത്ത് ഇതിന് ആവശ്യമായ ലൈസൻസോ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടാൻ ഒരു പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ആളുകൾ താമസിക്കാൻ സ്ഥലം പരിമിതമാകുന്നതോടുകൂടി സാറ് പറയുന്ന പോലെ വെർട്ടിക്കലായിട്ടേ കേരളത്തിന് വളരാൻ കഴിയുന്നുള്ളൂ. അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ
ഈ ഫ്ലാറ്റുകളുടെ ഒരു സേഫ്റ്റി സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലാറ്റുകൾ താമസിക്കാൻ സുരക്ഷിതമാണ് എന്ന് സർട്ടിഫൈ ചെയ്യാൻ ഒരു ഏജൻസി ഇല്ല. അതിൻ്റെ നിർമ്മാണ രംഗത്ത് ഉള്ള അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സുരക്ഷിതത്വം പരിശോധിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ, അങ്ങ് കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പോൾ നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇതിന് കൃത്യമായി ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്, ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ എന്നാണ് എൻ്റെ സംശയം. അങ്ങയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ബിൽഡിങ് വേണമെങ്കിൽ ഉണ്ടാകും. ഒരു ബിൽഡിംഗ് യഥാർത്ഥത്തിൽ എൻജിനീയറിങ്ങിൻ്റെ ബേസിക് പറഞ്ഞാൽ ബിൽഡിംഗ് 2 ടൈപ്പിലാണ്: ലോഡ് ബെയറിംഗ് ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ. ഫ്രെയിം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് തൂണുകളിൽ പണിതതിൻ്റെ ശേഷം ചെയ്യുന്നതാണ് ഫ്രെയിംഡ് സ്ട്രക്ചർ. അത് എത്ര വേണമെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ആയിട്ട് നമുക്ക്. അല്ലാതെ തന്നെ വെറും ബ്രിക്കിൽ തന്നെ വെക്കുന്ന ഒരു സിംഗിൾ ബ്രിക്ക് കനത്തിൽ തന്നെ വെക്കുന്നതിന് 3 നില വരെ പണിത ചരിത്രം ഇവിടെ ഉണ്ട്. എത്രയോ ബിൽഡിംഗ് ഒറ്റ സിംഗിൾ ബ്രിക്ക് ഗ്രൗണ്ട് ഫ്ലോറിന് 9 ഇഞ്ച് ഘനത്തിലുള്ള ബ്രിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറും പണിയും അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഫ്ലോറും ചെയ്യാൻ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ആവട്ടെ പഞ്ചായത്തുകളായിട്ട് സാങ്ഷൻ തരുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആസ് പെർ റൂള് ഒരു ഫ്ലോർ ചെയ്യാണ് അതിന് 1.5 ബ്രിക്ക് കനം വേണം. 2 നിലയുണ്ടെങ്കിൽ 2 ബ്രിക്ക് വേണമെന്ന് ബേസിക് എൻജിനീയറിങ്ങിൽ എല്ലാവരും പഠിക്കുന്ന. ബട്ട് പ്രാക്ടിക്കലി ആരും ഉപയോഗിക്കുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പരിശോധിക്കാൻ ആരാണ് അതിന് കൊടുക്കേണ്ടത്? സ്ട്രക്ചറൽ സേഫ്റ്റി ഉണ്ടോ, ഇത് കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചർ ഇത് ഹാബിറ്റബിൾ കണ്ടീഷനാണോ എന്ന് ചോദിക്കുകയില്ല. ഇതെല്ലാം കൂടി റെഡിയാണ്. ഇതിന് ഏറ്റവും നോക്കുന്നത് മുൻഭാഗത്ത് എത്ര മീറ്റർ കൊടുത്തു, ബാക്കിൽ എത്ര കൊടുത്തു, സൈഡിൽ എത്ര കൊടുത്തു, എത്ര ടോയ്ലറ്റ് കൊടുത്തു, എത്ര ഈ ഒരു സംവിധാനമേ ഉള്ളൂ. പക്ഷേ ബിൽഡിങ്ങിൻ്റെ ഹാബിറ്റബിൾ സ്ട്രക്ചർ വേറെ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഏറ്റവും അതിശയമുള്ള ഒരു സംഗതി ഞാൻ പറയാം. അടുത്ത കാലത്ത് പുതിയൊരു ബിൽഡിങ് ഒരാൾ പണിതു. ഇവിടെ എൻ്റെ രാമൻകുളങ്ങര അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് പണിതു. ആ ബിൽഡിംഗ് കാണിച്ചാൽ അദ്ദേഹത്തിന് ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുത്തു. ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അതിലൊരു ഫ്ലവർ മില്ല് സ്ഥാപിക്കണം. ഫ്ലവർ മില്ല് സ്ഥാപിക്കാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തപ്പം അവിടുന്ന് കോർപ്പറേഷൻ പറയാണ് ഇതിനൊരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ചിരിച്ചു. അപ്പം പറയാം, ജനങ്ങൾ താമസിക്കാൻ ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് യു നീഡ് നോട്ട് റിക്വയർ എ സേഫ്റ്റി സർട്ടിഫിക്കറ്റ്. ബട്ട് ഒന്നുമല്ലാത്തൊരു ഫ്ലവർ മില്ല് സ്ഥാപിക്കണമെങ്കിൽ എനിക്ക് സേഫ്റ്റി എന്തൊരു വിരോധാഭാസമാണ്. മനുഷ്യന് താമസിക്കാൻ അത്രയേ വിലയുള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥാപനം ഒരു സോ മില്ല് സ്ഥാപിക്കണമെങ്കിൽ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവും. ഇത് അതിന് പര്യാപ്തമാണ്. പക്ഷേ ഒരു മനുഷ്യൻ താമസിക്കുന്നത്, ജനങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് ഒക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നോബഡി വിൽ കംപ്ലൈൻ. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അതിശയമുള്ളത്. 1991 ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എംഫിലിന് പഠിക്കുന്ന കാലത്ത് അന്ന് എൻ്റെ പ്രൊഫസർ ഡോക്ടർ MGS നാരായണനായിരുന്നു. അദ്ദേഹം ജപ്പാനിൽ ഒരു കോൺഫറൻസിനായിട്ട് പോയി. അന്ന് ആ കോൺഫറൻസ് നടന്നത് 60-70 നിലകളുള്ള ഒരു വലിയ കെട്ടിടത്തിലാണ്. ഈ കോൺഫറൻസ് നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് സൈറൺ മുഴങ്ങി. അപ്പോൾ വന്ന ആളുകൾ പറഞ്ഞു, എർത്ത്ക്വേക്കാണ്, നിങ്ങൾ മൂലയിലേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ മേശയുടെ അടിയിലിരിക്കുക. അപ്പോൾ അതിന് ചില സേഫ്റ്റി മെഷേഴ്സ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എർത്ത്ക്വേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ചെറിയൊരു ഷിവറിങ് തോന്നി. ഈ കെട്ടിടത്തിന് ചെറിയൊരു ഷിവറിങ്. അപ്പോൾ അത് മാറി മിനിറ്റിനകൾക്കാവും മീറ്റിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം പത്രത്തിൽ റിച്ചർ സ്കെയിലിലോ 4-5 ഒക്കെ രേഖപ്പെടുത്തിയ ഒരു എർത്ത്ക്വേക്കാണ് അന്ന് ജപ്പാനിൽ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ റിച്ചർ സ്കെയിലിൽ ഇത്ര ഉയർന്നു വരെ ഈ എർത്ത്ക്വേക്ക് വന്നാൽ അത് റെസിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ആ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അത് വിഷമിക്കേണ്ട കാര്യമില്ല, ഇത്ര റിച്ചർ സ്കെയിലിൽ വരുന്ന വരെ നമ്മുടെ കെട്ടിടം റെസിസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തോട്ട് കടന്നു വരുന്ന എർത്ത്ക്വേക്സൊക്കെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അത് വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ വളരെ കുറവാണ്. അപ്പം എർത്ത്ക്വേക്കിൻ്റെ പോസിബിലിറ്റി പോലും പരിഗണിച്ചുകൊണ്ടാണ് ജപ്പാനിൽ ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏകദേശം കേരളത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നേരെ അങ്ങ് ഹിമാലയ സാനുക്കൾ വരെയുള്ള പ്രദേശത്ത് എർത്ത്ക്വേക്കിന് സാധ്യതയുണ്ട് എന്ന് വളരെ റീസെൻ്റായിട്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടില്ല, വരാതിരിക്കും. പക്ഷേ നമ്മൾ അത്തരം എർത്ത്ക്വേക്കിൻ്റെ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ എർത്ത്ക്വേക്ക് വന്നാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സംവിധാനമാണോ ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഗൗരവമില്ലാതെ
കയ്യിൽ പണം ഉണ്ടെങ്കിൽ എത്ര നിലയിൽ വേണമെങ്കിലും മുകളിലോട്ട് ഫ്ലാറ്റുകൾ പണിതുയർത്താം. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയല്ലേ സർ? തീർച്ചയായിട്ടും. അതായത് ഒരു സ്വാധീനം പണവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് യാതൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ വെതർ അത് ഡിസൈൻ ചെയ്ത ആൾ ക്വാളിഫൈഡ് ആണോ, അവന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. അതിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഈസ് എ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. ഒരു പ്രോബ്ലം വന്നാൽ സൊല്യൂഷനുകളാണ് ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ. ഡോക്ടേഴ്സിനാണെങ്കിൽ ഡോക്ടേഴ്സിനേക്കാളും വളരെ ക്ലവറായിട്ടുള്ള വളരെ വിവരമുള്ള നേഴ്സുമാരുണ്ട്. എന്നാൽ പോലും അവർക്ക് ഒരു കൺസൾട്ടേഷൻ പോസിബിൾ അല്ല. ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു അംഗീകാരം ഇല്ലാത്ത ഒരു ഡോക്ടർക്കും, ആ അംഗീകാരമാണ് അതിൻ്റെ ആവശ്യം. MBBS MDO പാസ്സായതല്ല, മെഡിക്കൽ കൗൺസിലിൻ്റെ കൺട്രോളിലാണ് മെഡിക്കൽ ഡോക്ടർ. അതുപോലെ തന്നെ വക്കീലന്മാർക്ക് അവർക്ക് ബാർ കൗൺസിലുണ്ട്. ബാർ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ എത്ര പ്രഗത്ഭനായ ഒരു വക്കീലാണെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. പക്ഷേ ഒരു എൻജിനീയറെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ ഒരു മേസരിക്ക് പോലും എൻജിനീയറാണെന്ന് പറഞ്ഞ ഒരു 2 നില കെട്ടിടം പറഞ്ഞാൽ ഇവിടെ കൊടുക്കാനൊക്കും. ആർക്കും അത് 4 നില വരെ കെട്ടിടമുള്ള ഒരു ഓവർസിയറോ അല്ലെങ്കിൽ ഒരു ITI പാസ്സായ ഒരു ആൾക്കാർക്കോ പോലും സൈൻ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ എൻജിനീയർമാർക്ക് ക്വാളിഫിക്കേഷൻ കൂടുന്തോറും എൻജിനീയർമാർക്ക് ഉള്ള വില കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും താഴ്ന്നവരുള്ളവർക്കാണ് വരുന്നത്. അതായത് നമുക്ക് ഒരു എൻജിനീയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൗൺസിൽ ഇല്ലാത്തതാണ് ഇത്. അതേസമയത്ത് ഒരു ആർക്കിടെക്റ്റിനുണ്ട്. ആർക്കിടെക്റ്റിന് ഇപ്പോൾ വാല്യൂ ഉള്ളത് എന്താ? ആർക്കിടെക്റ്റ് ആണെങ്കിൽ അവർക്ക് ആർക്കിടെക്ട് കൗൺസിലുണ്ട്. ഈ കൗൺസിലാണ് അവരെ സ്വാധീനിക്കുക. ഈ എൻജിനീയർമാരെ സ്വാധീനിക്കാനും പണവും പ്രതാപവും മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഉള്ള ഏറ്റവും ബേസിക് പ്രോബ്ലം. അതാണ്. ആർക്ക് വേണമെങ്കിലും എത്ര നിലവിളവും കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ അവൻ ക്വാളിഫൈഡ് ആണോ, അവൻ എന്തുണ്ട്, അതിന് സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടോ എന്നും നോക്കാനുള്ളത് ഒരു ബാക്കിയുള്ള എക്സ്റ്റേണൽ ആക്ഷൻ മാത്രം നോക്കിയിട്ടാണ്. ഇതാണ് നമുക്ക് എൻജിനീയേഴ്സിനുള്ള ഏറ്റവും പരിതാപം. എൻ്റെ ഒരു സംശയം, നമ്മളൊരു ഫ്ലാറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കേഷൻ ഇല്ലാതാണോ അനുവാദം കൊടുക്കുന്നത്? അതുണ്ട്. 4 നിലയിൽ കോഡിലുള്ളതിന് അവർ സ്ട്രക്ചറിൽ ഒന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിലും സാങ്ഷൻ വരും. അതിൽ എവിടെയും കോഡിലൊന്നും പറയില്ല സ്ട്രക്ചർ വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ട്രക്ചറൽ ഡിസൈന് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചും ആരും ഇതല്ല. കോൺക്രീറ്റ് ആണോ അതിന് ഒരു ഡിസൈൻ, ഒരു ബീമും കോളവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ചെയ്യുന്നതാണ് അബദ്ധത്തിന് ഏറ്റവും വലിയ കാരണം. ഇപ്പോൾ അതിൻ്റെ ഒരു സംവിധാനം ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് ബിൽഡിംഗ് റൂളിലും പറയുന്നില്ല അതിൻ്റെ ഫൗണ്ടേഷൻ സേഫാണോ, അതാരും നോക്കാറുമില്ല. സേഫ്റ്റിയെ സംബന്ധിച്ച് ലീസ്റ്റ് ഇൻട്രസ്റ്റഡാണ്, കൺവീനിയൻസ് നോക്കുന്നില്ല. ഇത് വളരെ ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ സാർ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിനേക്കാൾ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട് മറ്റേ നമ്മുടെ പ്രീ ഫാബ്രിക്കേറ്റഡ് തീർച്ചയായിട്ടും സ്ട്രക്ചർ അത് ആണെങ്കിൽ കുറച്ച് എർത്തിയൊക്കെ വന്നാൽ അതിനെ കുറച്ചുകൂടെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. ഇത് റിജിഡാണ്. റിജിഡ് ആകുമ്പോൾ അപകടം വന്നു കഴിഞ്ഞാൽ സഡൻ കൊളാപ്സാണ്. മറ്റേത് കുറച്ചും കൂടി ഗ്രാജുവലി ബെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള സമയം കിട്ടും. ഇതാവുമ്പോൾ പെട്ടെന്നുള്ള കൊളാപ്സ് ആയിരിക്കും. അപ്പോൾ അതിനാവശ്യമുള്ള കമ്പി കൊടുത്തിട്ടുണ്ടോ, ആവശ്യമുള്ള സൈസ് അതിന് കൊടുത്തിട്ടുണ്ടോ ഒന്നും നോക്കാറില്ല. അതിന് സംവിധാനമേ ഇല്ല ഇവിടെ. അപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ അങ്ങ് ബസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബസ്റ്റ് പെട്ടെന്ന് കൊളാപ്സ്. അതേസമയം മറ്റേ അയൺ ആൻഡ് സ്റ്റീൽ അത് ഉപയോഗിച്ചുള്ള കുറച്ചുകൂടി സമയം ബെൻഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് കൊളാപ്സ് പെട്ടെന്നായിരിക്കില്ല. അപ്പോൾ എർത്തിനെ കുറെ കൂടെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അത്തരം ഫ്ലെക്സിബിളാണ്. വെർട്ടിക്കലായി പോകുന്നതോറും മോറൽസ് ഫ്ലെക്സിബിൾ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അത് പ്രീ ഫാബ്രിക്കിൽ പോകുന്നതാണ് കുറേയും കൂടി സേഫർ. അതിന് തക്ക സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും ശരി, നമ്മുടെ കെട്ടിട നിർമ്മാണ രംഗത്ത്, പ്രത്യേകിച്ച് ഫ്ലാറ്റുകളുടെ നിർമ്മാണ രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തേണ്ട ചില നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ചില നിയന്ത്രണങ്ങൾ വളരെ ലാഘവത്തോടു കൂടിയാണ് അധികാരികൾ കാണുന്നത്. ഇത് വളരെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ നമ്മൾ അപകടകരമായി. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇപ്പം വളരെ നമുക്ക് ഏറ്റവും അപകടം വരുന്നത് റോഡ് ആക്സിഡൻറ്റിൽ കൂടെ അല്ലെങ്കിൽ വല്ല മാരകമായ രോഗം വന്നിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത്. വലിയൊരു എപ്പിഡമിക് തോന്നുകയാണെങ്കിൽ കൂടുതൽ മാസ് ആയിട്ടും മരണങ്ങൾ സംഭവിച്ചു. ഇനി അതിവിദൂരമല്ലാത്ത കാലത്ത് നമ്മളെ ഈ ഫ്ലാറ്റുകളിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത്ര ഇതായിരുന്നത്.
ഒരു 10-60 വർഷം അതിൻ്റെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും മരണനിരക്ക് വരുന്നത് ഒരു പക്ഷേ ബിൽഡിംഗ് കൊളാപ്സ് കൊണ്ടായിരിക്കും എന്നുള്ള സംശയമില്ല. ഒരു ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ 10-60 ഫാമിലീസ് താമസിക്കുന്ന വീടുകളാണ്. അത് ഓരോ സഡൻ ക്രാഷ് ചെയ്യുകയാണെങ്കിൽ കൊളാപ്സ് ചെയ്യുകയാണെങ്കിൽ ചേട്ട് കൊട്ടാരം മാതിരിയാണ്. എത്ര മരണങ്ങളായിട്ട് സംഭവിച്ചത് അതിൻ്റെ കണക്കെടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അത്രത്തോളം ഇതെല്ലാം മൺകൂനിലേക്ക് അടിയിലോട്ട് പോകും. അത് സംഭവിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് നമ്മൾ ഒരു ഫ്ലാറ്റിനെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഇയർലി ഇല്ലെങ്കിലും 2-3 വർഷം, ഒരു 20 വർഷം കഴിഞ്ഞ എല്ലാ ബിൽഡിങ്ങുകളും 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി അതിൻ്റെ കണ്ടിന്യൂറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് വിൽ ഹാപ്പൻ ടുമാറോ. അത് അടുത്ത ജനറേഷന് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. സാർ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന കെട്ടിടങ്ങളിലെ എൻ്റെ ഒരു സംശയം, ഇപ്പം അതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തിയാണോ ഒരു പക്ഷേ ആയിരിക്കാം, അത് നമ്മളല്ല ആണെന്ന് ഒന്നും നമുക്ക് ഉറപ്പില്ല കാര്യത്തിനെക്കുറിച്ച്. ഞാൻ സാറിൻ്റെ ചോദിച്ചത്, ഇവിടെ ഈ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സോയിൽ മണ്ണിൻ്റെ സ്വഭാവം പലതരത്തിലാണ്. തീരദേശമുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇടനാടും മലനാടും ഇടനാടും തീരപ്രദേശം. ഇതാണ് ജനറലി നമുക്കുള്ള സോണ്. മൂന്ന് ഘട്ടങ്ങൾ. അപ്പോൾ ഇവിടെ ഈ ഓരോ സ്ഥലത്തും കെട്ടിടം പണിയുമ്പോൾ സ്വീകരിക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സ്, അതുപോലെ തന്നെ ഡേഞ്ചർ സോൺ, അതായത് വലിയ കെട്ടിടങ്ങൾ പണിയാൻ പറ്റാത്ത ഡേഞ്ചർ സോൺ ഒരുപക്ഷെ ഉണ്ടോ, അത് നോക്കി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണ്ടേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അത് മലയോര പ്രദേശം എപ്പോഴാണ് മണ്ണിടിച്ചിൽ വരുന്നത്, അതുപോലെ മലയോരത്ത് ഇത്ര സ്ഥലത്തേ വരുള്ളൂ, മണ്ണിടിച്ചിട്ട് സ്വാധീനമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഗ്രാമം തന്നെ വയനാട്ടിൽ ഒരു ആക്സിഡൻറ്റ് വന്നില്ലേ, ഒരു ശകലം നമ്മളിതുണ്ടായിരുന്നെങ്കിൽ അവിടെ പെർമിഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇത് എപ്പോഴും ഡേഞ്ചറസ് സോണാണ്. ആ ഡേഞ്ചറസ് സോണിൻ്റെ അപകടം. അതുപോലെ തീരദേശത്ത് ഇത്ര മീറ്റർ കഴിഞ്ഞിട്ടേ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. പക്ഷെ അതിനെ വളച്ചൊടിച്ചിട്ട് എങ്ങനെയും സ്വാധീനം ചെലുത്തി പണിയുക എന്നുള്ളതാണ് നമുക്ക് നോക്കുക. റൂളിനെ നോക്കുക, സേഫ്റ്റി അല്ല. അത് ചെയ്യാനുള്ളത് റൂളിനെ എങ്ങനെ വയലേറ്റ് ചെയ്യാം, റൂൾ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ സേഫ്റ്റിയല്ല ചേഞ്ച് ചെയ്യുന്നത്. ഇവിടുത്തെ നേരെ റിവേഴ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എർത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഒരു സമീപനം സ്വീകരിക്കുകയും ഈ ഫ്ലാറ്റുകൾ അനിയന്ത്രിതമായി യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ കൃത്യമായ ഒരു സർട്ടിഫിക്കേഷൻ ഒന്നുമില്ലാതെ ഇങ്ങനെ പണിതുയർത്തുന്നത് നാളത്തെ കേരളത്തിന് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും ഒരു സംശയമില്ല. അത് ഗവൺമെൻറ് ഒരു കൺട്രോൾ ചെയ്തില്ല. അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തും പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ, പീരിയോഡിക്കൽ അതിൻ്റെ സേഫ്റ്റിയെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ അപകടം സുനിശ്ചിതമാണ്. നമ്മൾ ഡോക്ടർ MM ഖാൻ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്നും സമകാലിക കേരളത്തിലെ വാസ്തു നിർമ്മാണ രംഗത്ത്, വാസ്തുവിദ്യാ രംഗത്തും വാസ്തു നിർമ്മാണ രംഗത്തും ഉണ്ടായ മാറ്റങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. നമ്മുടെ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ, ജനങ്ങളുടെ സേഫ്റ്റി, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തട്ടെ. കേരളത്തിലെ എല്ലാവർക്കും സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളുടെ നിർമ്മാണ രംഗത്ത് ഇത്തരം ചില നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ചില സേഫ്റ്റി മെഷേഴ്സോ ഒക്കെ എടുത്തു തന്നെ പോകണം. വെർട്ടിക്കലായിട്ട് നമുക്ക് വളരാൻ കഴിയൂ എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ വെർട്ടിക്കലായിട്ട് വളരുമ്പോൾ അതിനാവശ്യമായ ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ സുരക്ഷിതത്വ സംവിധാനവും നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സർ, നന്ദി, നമസ്കാരം. നമസ്കാരം.